മൂവാറ്റുപുഴ വെച്ചാണ് അവളെ കണ്ടപ്പോഴത്തേക്കാണ് കവളൊക്കെ ചുമന്ന് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പറ്റി, അപ്പോഴാണ് പറഞ്ഞത് റെമി അടിച്ചടി എന്നൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അവനടുത്ത് വഴക്കുണ്ടാക്കി. അപ്പം മതം മാറുന്നതിൻ്റെ പേരിലായിരിക്കും അടിച്ചത്. എനിക്ക് അവിടുത്തെ വീട്ടിൽ പോകണ്ട, എനിക്ക് റെമിയായിട്ട് ജീവിക്കുന്നത് തന്നെ ഉണ്ടടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് അവിടെയാണെങ്കിൽ ശരിയാകത്തില്ല, മതപരമായിട്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഏറ്റവും കൂടുതൽ മതം മാറണമെന്ന് നിർബന്ധിപ്പിച്ചെന്ന് പറഞ്ഞു. അവൻ്റെ ഉമ്മ മതം മാറണമെന്ന് പറഞ്ഞൊരു ഇതായിരുന്നു എന്നാണ് പറഞ്ഞത്. മതം മാറിയേ പറ്റത്തുള്ളൂ, മത്തിയാലെ കെട്ടിച്ച് വരത്തുള്ളൂ എന്നൊക്കെ അവളെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. സോനയെ വേണ്ടെന്നല്ല, വേണ്ടാത്ത പോലെ ഒരു അഭിനയമായിരുന്നു. എനിക്ക് പല പ്രാവശ്യം അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എനിക്ക് അങ്ങനെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, എന്തോ എനിക്ക് തോന്നലാണോ എന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അവനെന്നെ തന്നെ വേണം. കുറേ പ്രാവശ്യം അവളൊക്കെ ഇത് കൊടുത്തതാണ്. ഞാൻ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് വിശ്വസിക്കുന്നു? റമീസ് തന്നെ, റമീസും റമീസിൻ്റെ ഫാമിലി. അവരാണെങ്കിൽ അവൾ മതം മാറണമെന്ന് പറഞ്ഞ് ഇത്രയും ഇതാക്കിയത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെ ആയി പോയത് തന്നെ. സോനയ്ക്ക് അറിയാമായിരുന്നു അവൻ്റെ സ്വഭാവം അറിയാതെ, എന്നിട്ട് അവൾക്ക് അവളെ തന്നെ വേണമെന്നായിരുന്നു ഒരിത്. അതെല്ലാം ക്ഷമിച്ച് വിട്ടു അവളത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അവൾ മരിച്ചു പോയിട്ടൊന്നും, എൻ്റെ മനസ്സ് പോലും പറയുന്നില്ല അവൾ മരിച്ചു പോയിട്ടുണ്ടെന്ന്. എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. അവൾ ഞങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ തരുന്നത് അവളാണ്. എന്തെങ്കിലും സങ്കടം വരുവാണെങ്കിൽ, എന്തെങ്കിലും ഇതായിട്ട് വരുമ്പോൾ അവളാണ് ഞങ്ങൾക്ക് എല്ലാം മോട്ടിവേഷൻ തരുന്നത്. പക്ഷേ അവളിങ്ങനെ ചെയ്യുന്ന ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചത് പോലുമില്ല. ആ റമീസ് എന്ന് പറഞ്ഞാൽ അവനൊക്കെ ഇത് കൊടുക്കണം. ശരിക്കും ആണെങ്കിൽ സോനാബിയെ പോകാൻ കാരണം തന്നെ അവനല്ലേ. അവനിങ്ങനെ അവൾ എത്ര പ്രാവശ്യം പുറകെ ചെന്നെന്ന് പറയുമ്പോൾ അവന് വേണ്ടി ഇങ്ങനെ. സാധാരണ ഏത് പെണ്ണായാലും ഈ കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വിട്ടിട്ട് പോടാ പുല്ലേന്ന് പറഞ്ഞിട്ട് പോകത്തതേ ഉള്ളൂ. പക്ഷെ അവൾ എന്നിട്ട് അവൻ്റെ പുറകെ പോയി.